രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചതിൽ ഫെനി നൈനാനെതിരെ കേസെടുത്തു. സൈബർ പോലീസാണ് രാഹുലിൻ്റെ സുഹൃത്ത് ഫെനിക്കെതിരെ കേസെടുത്തത്. അതിജീവിതയുടെ ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് അധിക്ഷേപിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MS വീണ ചേരുന്നു. വീണ, FIR-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിജീവിതയുടെ ചാറ്റുകൾ പുറത്തുവിട്ടു എന്നതിനുപരിയായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മൂന്നാമത്തെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഫെനി നൈനാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് ഫെനി നൈനാൻ. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തുടർന്ന് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട അതിജീവിത നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന വിശദാംശങ്ങൾ കൂടി, അതായത് വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടുള്ള നിരവധി കമന്റുകളും വരുന്നുണ്ട്. ഒപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അതിജീവിത പോലീസിന് പരാതി നൽകിയിരുന്നു. അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഫെനി നൈനാൻ നടത്തുന്നതിനെതിരെയാണ് അതിജീവിത സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി എടുത്തു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് സൈബർ പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വകുപ്പുകളുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും സൈബർ പോലീസ് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഫെനി നൈനാനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ ആദ്യ പരാതിക്കാരിക്കും സമാനമായിട്ടുള്ള ദുരനുഭവം ഫെനി നൈനാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ കേസിലും ഫെനി നൈനാനെതിരെ അന്വേഷണ സംഘം കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ആ കേസിൽ ഫെനി നൈനാന് ജാമ്യം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിക്കെതിരെയും ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളുമായി ഫെനി നൈനാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അനിൽ നമ്പ്യാർ.